ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 6ാമത്തെ ക്ലാസ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് മറ്റ് പല സോഴ്സുകളിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ്, അതായത് കടമെടുത്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് മറ്റ് സോഴ്സുകളിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. ആദ്യം തന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കുറച്ചധികം ഫീച്ചേഴ്സ് കടമെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് PSC, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇത്രയും ഫീച്ചേഴ്സാണ്, ഇത്രയും കോൺസെപ്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നും കടമെടുത്തിട്ടുള്ളത്. ഓരോ സോഴ്സിൽ നിന്നും ഒന്നിലധികം കോൺസെപ്റ്റ് കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കൃത്യമായി ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. വൺസ് നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം എഗെയിൻ ആൻഡ് എഗെയിൻ റീഡ് ചെയ്ത് പഠിച്ചെടുക്കുക. അടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തൊക്കെയാണ് കടമെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറോഗേറ്റീവ് റിറ്റ്സ്, പാർലമെന്ററി പ്രിവിലേജസ് ആൻഡ് ബൈക്യാമറലിസം എന്നീ കോൺസെപ്റ്റുകളെല്ലാം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതിൽ ഓരോന്നും കൃത്യമായി തന്നെ പഠിച്ചെടുക്കുക. അടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തൊക്കെ കോൺസെപ്റ്റ് കടമെടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കൊടുത്തിട്ടുള്ളത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അടുത്തത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, impeachment of president, removal of Supreme Court and High Court judges and post of vice president. ഏതൊക്കെ കോൺസെപ്റ്റ് ആണ് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട് ജഡ്ജസ് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട് ജഡ്ജസ് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. അടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ബോറോ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേത് തന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അടുത്തത് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ആൻഡ് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയും മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് എന്ന കോൺസെപ്റ്റും കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ളവ: ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, വെസ്റ്റിംഗ് ഓഫ് റെസ്യൂജറി പവേഴ്സ് ഇൻ ദ സെന്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ ആൻഡ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, വെസ്റ്റിംഗ് ഓഫ് റെസ്യൂജറി പവേഴ്സ് ഇൻ ദ സെന്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദി സെന്റർ ആൻഡ് അഡ്വൈസറി ജുഡിഷ്യറിക്കേഷൻ ഓഫ് സുപ്രീം കോർട്ട്. അടുത്തത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. കറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് ആൻഡ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി 2 houses ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ 2 ഹൗസും തമ്മിലുള്ള ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി 2 houses ഓഫ് പാർലമെന്റ്. കൺകറന്റ് ലിസ്റ്റ്,
ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്. ഇത്രയും കാര്യങ്ങൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അടുത്തത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ഏതാണെന്ന് നോക്കാം. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂറിങ് എമർജൻസി. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂറിങ് എമർജൻസി. എമർജൻസി ടൈമിലെ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഷൻ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അടുത്തത് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ USSRൽ നിന്നും കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതാണ്? USSR മീൻസ് ഇപ്പോഴത്തെ റഷ്യ. ഇവിടെ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ, ആൻഡ് ദ ഐഡിയൽ ഓഫ് ജസ്റ്റിസ്, അതായത് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻ ദി പ്രിയാമ്പിൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓരോ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം സോവിയറ്റ് യൂണിയൻ അഥവാ USSR ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന്? അതായത് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. റിപ്പബ്ലിക് ആൻഡ് ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ദി പ്രിയാമ്പിൾ. റിപ്പബ്ലിക് ആൻഡ് ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ദി പ്രിയാമ്പിൾ. ഇത്രയും കോൺസെപ്റ്റുകൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. റിപ്പബ്ലിക് എന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. പാർലമെന്ററി ഗവൺമെന്റ് എന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. വെസ്റ്റിംഗ് ഓഫ് റെസിഡ്യൂറി പവേഴ്സ് ഇൻ ദി സെന്റർ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി കടമെടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നുമാണ്. മറന്നു പോകരുത്, എല്ലാം കൃത്യമായി തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇലക്ഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ ഇലക്ഷനും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സും കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അടുത്തത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അപ്പോൾ ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. 11ഓളം സോഴ്സസും ആ ഓരോ സോഴ്സിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സും പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, സോവിയറ്റ് യൂണിയൻ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വ്യത്യസ്ത ആശയങ്ങൾ നമ്മളുടെ ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി തന്നെ മറക്കാതെ തന്നെ പഠിച്ചെടുക്കണം. നോട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ നോട്ട് നോക്കി നല്ല രീതിയിൽ തന്നെ കാണാതെ പഠിച്ചെടുക്കുക.
ഭരണഘടന നല്ല വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഭരണഘടന എന്നത്. പ്രത്യേകിച്ച് കേരള PSCയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഭരണഘടന എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അതിലൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച സോഴ്സസ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മിക്ക എക്സാമിനും കാണാറുണ്ട്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നുമാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നുമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലതവണ കേരള PSCയിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എല്ലാവരും നോട്ട് എഴുതിയാൽ മാത്രം പോരാ, കൃത്യമായിട്ട് തന്നെ പഠിച്ചെടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആർട്ടിക്കിൾസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇനിയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമാവുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.